കോഴിക്കോട് മിഠായി തെരുവിലെത്തുന്നവരെ കടകളിലേക്ക് ആകർഷിക്കാൻ പല വിദ്യകളും പയറ്റാറുണ്ട് ഇവിടുത്തെ വ്യാപാരികൾ. എന്നാൽ ഇപ്പോൾ പഴയ പോലെയല്ല കാര്യങ്ങൾ. തോന്നും പോലെ വിളിച്ചാൽ പണി പിന്നാലെ വരും. ഉപജീവന മാർഗമാണെങ്കിലും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്നാണ് പോലീസിന്റെ നിലപാട്. മലയാളിക്ക് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ഒരിടമാണ് കോഴിക്കോട്ടെ മിഠായി തെരുവ്. ഏവർക്കും പ്രിയപ്പെട്ട തെരുവ്. വിലക്കുറവിൽ ആവശ്യമായതെന്തും ഇവിടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ കച്ചവട രീതികളും വ്യത്യസ്തമാണ്. എന്നാൽ ഇപ്പോൾ പഴയ പോലെയല്ല കാര്യങ്ങൾ. തോന്നും പോലെ ആളുകളെ കടകളിലേക്ക് വിളിച്ചു കയറ്റാൻ നോക്കിയാൽ പണി പിന്നാലെ വരും. പോലീസ് എത്തും, കേസെടുക്കും. തെരുവിലൂടെ നടന്നു പോകുന്നവരെ തടഞ്ഞു നിർത്തിയും ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയുമെല്ലാം കടകളിലേക്ക് വിളിച്ചു കയറ്റാൻ ചിലർ ശ്രമിക്കുന്നുവെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം ഒരാൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചതോടെയാണ് സംഗതി പ്രശ്നമായത്. ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസും രജിസ്റ്റർ ചെയ്തു. മുന്നോട്ടു പോകാൻ പോലും വിടാതെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് വിളിച്ചു കയറ്റുന്നവർ നിൽക്കുന്നതെന്നാണ് പരാതി. പലരും സുഖകരമല്ലാത്തതും അശ്ലീല ചുവയുള്ളതുമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലീസും പറയുന്നു. അതായത് നമ്മളെ മിഠായി തെരുവിൽ ഈ ഒരു വിളി വളരെ ചുരുങ്ങിയ ആളുകളാണ് വിളിക്കുന്നത്. അപ്പം മിഠായി തെരുവിൽ ഇപ്പോൾ ഒരു 1500 വ്യാപാരികളുണ്ട്. അതിൽ 5-10 ഷോപ്പുകളിൽ നിന്നാണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ മൊത്തത്തിലുള്ള കച്ചവടക്കാർ ആക്ഷേപിക്കുന്ന ഒരു സംവിധാനം അത് പ്രയാസമാണ്. കാരണം മിഠായി തെരുവുമായി ബന്ധപ്പെട്ട റോഡുകളാണ് കോൻകോ ബസാർ, കോട്ട് റോഡ്, ഗ്രാൻഡ് ബസാർ, MP റോഡ്, അങ്ങനെ ഇതെല്ലാം ഒരു മേഖലയാണ്. അപ്പോൾ ആ മേഖലയിലെ മൊത്തത്തിൽ നമ്മുടെ ഈ മേഖലകളിലൊന്നും വിളില്ല. പിന്നെ SMCയിലെ ചെറിയ കുറഞ്ഞ ഷോപ്പുകളിൽ അതിപ്പോൾ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട്. അത് വ്യാപാരികൾ ഇടപെട്ടുകൊണ്ട്, നമ്മുടെ വ്യാപാരി ഏകോപന സമിതി ഇടപെട്ടുകൊണ്ട് നമ്മൾ കച്ചവടക്കാർക്ക് ബോധവൽക്കരണം കൊടുത്തിട്ടുണ്ട്. പോലീസുമായി നമ്മൾ സഹകരിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ 2-3 ദിവസമായി യാതൊരുവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടില്ല. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകും. ചീത്തപ്പേരുണ്ടാക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഒഴിവാക്കണമെന്നാണ് വ്യാപാരി സംഘടനകളുടെ നിലപാട്. പരാതികൾ പെരുകിയതോടെയാണ് പോലീസും നിലപാട് കടുപ്പിച്ചത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.